പത്തനംതിട്ടൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശൻ, നയനയും മാളവികയും എല്ലാം ചേർന്ന് നമ്മളെ ജ്വല്ലറിക്ക് എതിരായിട്ട് അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ സമയത്താണെങ്കിലും ഒരു ദിവസമാണെങ്കിലും നമ്മളെ ദേവ്യാനിയാണെങ്കിൽ നമ്മൾ ആദർശനെയും നയനയും കാണാൻ വേണ്ടി വരുന്നുണ്ട്. വന്നിട്ടാണെങ്കിലും നമ്മൾ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, മോനെ എന്തായി ഒരു കാര്യങ്ങളും എപ്പോഴും ജ്വല്ലറിക്കാരാണല്ലോ മോനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വിഷുവിനും നമുക്ക് ഒരു മെച്ചവും വലുതായിട്ട് കാണത്തില്ലെന്നൊക്കെയാണല്ലോ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ തോൽവിയിൽ നമ്മൾ ജയത്തിലോട്ട് വരണമെങ്കിൽ കുറേ തോൽവികൾ നമ്മൾ നേരിടേണ്ടി വരുമെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ആദർശമാണെങ്കിൽ പറയുന്നുണ്ട്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അമ്മ നമ്മളൊക്കെ അവസാനം കിട്ടുന്ന റിസൾട്ട് ആണെങ്കിൽ ഏറ്റവും വലുതായതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അത് മുത്തശ്ശനും അറിയുന്ന കാര്യമാണെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ ദേവ്യാനി അടുത്താണെങ്കിൽ അപ്പോഴത്തേക്കാണെങ്കിൽ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, മോനെ ഇതുവരെയ്ക്കും ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, ഇത്രയും നാളത്തെ വെച്ച് നോക്കുമ്പോൾ ആണെങ്കിൽ അമ്മ ഇതുവരെയ്ക്കും ഉള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം ജ്വല്ലറിക്കാർ സന്തോഷിക്കട്ടെ അമ്മ, എന്തായാലും അവസാനം ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവ്യാനിയെ നമ്മൾ ആദർശമാണെങ്കിൽ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ നവ്യയാണെങ്കിൽ അനന്തപുരി തറവാട്ടിൽ നിന്നിട്ട് തന്നെ ആദർശനൊക്കെ എതിരായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ ദേവ്യാനാണെങ്കിലും നവ്യടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീയാണെങ്കിൽ കൂടുതൽ ജ്വല്ലറിക്കാരുമായിട്ട് ബന്ധം വയ്ക്കുന്നത് അത്ര നല്ലതല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നത്, എന്തായാലും എനിക്കാണെങ്കിൽ അവരുമായിട്ട് ബന്ധം വെച്ച് പറ്റത്തുള്ളൂ, കാര്യം വെച്ചാൽ ഞാൻ അവിടേക്ക് മോഡലിംഗ് ആയിട്ടൊക്കെ ജോലി ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് അവരെനിക്ക് അത്രയ്ക്ക് നല്ല ബഹുമാനവും കാര്യങ്ങളൊക്കെ എനിക്ക് അവർ തന്നിട്ടുണ്ട്. അതനുസരിച്ച് അവർ തന്ന പൈസയിലാണ് ഞാനിപ്പോഴേ എൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തായാലും എപ്പോഴും ആ ഒരു ജോലി കിട്ടുമെന്നൊന്നും ഉറപ്പും കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ നവ്യയാണെങ്കിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇനി അബിക്കാണെങ്കിൽ എന്നെയും കുഞ്ഞിനെയും നല്ലതുപോലെ നോക്കാൻ വേണ്ടി അബിക്കൊരു ജോലി കണ്ടെത്തി കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ ജോലി പോയാലും കുഴപ്പമില്ലല്ലോ, അവനിക്കൊരു നല്ല ജോലി ഉണ്ടെങ്കിൽ അവൻ എന്നെയും കൊച്ചിനെയും നല്ലതുപോലെ നോക്കിക്കോളൂ എന്നൊക്കെ നമ്മൾ ദേവ്യാനി അടുത്താണെങ്കിലും നവ്യ പറയുന്നുണ്ട്. ഞാൻ അവനിക്കൊരു ജോലി തേടി ഇറങ്ങുക പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കേട്ടിട്ടാണെങ്കിലും നമ്മൾ ദേവ്യാനിക്കൊക്കെ ആണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കാര്യം വെച്ചാൽ ഇവളാണെങ്കിൽ എത്ര മനസ്സിലാക്കുകയും കാര്യങ്ങളും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ദേവ്യാനി ആണെങ്കിൽ സഹിയായിട്ടിട്ടാണെങ്കിലും നമ്മൾ കനകയെ പോയി കാണുന്നുണ്ട് കേട്ടോ. കനകയെ കണ്ടിട്ടാണെങ്കിൽ കനകയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നവ്യാണെങ്കിൽ ഇതിനൊക്കെ എല്ലാ തെറ്റുകളും അബിയുടെ കൂടെ നിന്ന് ചെയ്യുകയും വയ്ക്കുകയൊക്കെ ചെയ്യുവാണ്. അവൾ ജീവിതം നോക്കിയല്ലേ, നമ്മൾ ഇത്രയും നാളാണെങ്കിൽ നമ്മൾ അവളുടെ ജീവിതത്തിനകത്തൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരണ്ടെന്നും പറഞ്ഞല്ലേ നമ്മൾ എല്ലാം അവളിൽ നിന്ന് മറച്ച് വെച്ചതെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ദേവ്യാനി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ അബിയാണെങ്കിൽ അതെല്ലാം മുതലെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ കനകയെടുത്താണെങ്കിൽ പറയുന്നുണ്ട്. ദേവ്യാനി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇനി കാര്യങ്ങൾ സത്യങ്ങളൊക്കെ നമുക്ക് നവ്യയെടുത്ത് പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ കാര്യം നമ്മൾ നവ്യയെടുത്ത് കനക പറയുമെന്നൊക്കെ നമ്മൾ ദേവ്യാനി ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം ഇനി അവരിൽ പിന്നെ ആദർശിനെയും നയനെയും എപ്പോൾ നോക്കിയാലും കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരടുത്തുള്ള ദേഷ്യത്തുങ്ങൾ കൊണ്ടാണ് അവൾ ജ്വല്ലറി തന്നെ അവൾ മോഡലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവളാണെങ്കിൽ ആദർശിനെയും നയനെയും കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുമ്പം എനിക്കത് കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാര്യം അവരത്രയ്ക്കും അവർ കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യം നമ്മൾ ദേവ്യാനി പറയുന്നുണ്ട്. എന്തായാലും ചന്തുമോളുടെ അച്ഛനാണെങ്കിൽ അബിയാണെന്നുള്ള സത്യം നമ്മൾ നവ്യ അറിയുകയാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അവൾക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് തന്നെ പ്രയോജനം ചെയ്യുമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ കനക പറയുന്നത്, എന്തായാലും ചേച്ചി വിഷമിക്കേണ്ട കാര്യമില്ല, എന്തായാലും അവൾക്ക് ഇച്ചിരി ഇപ്പോൾ അഹങ്കാരവും കാര്യങ്ങളൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, അതെന്തായാലും നിർത്തി കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം നമുക്ക് തന്നെ ദോഷം ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അബിയാണെങ്കിൽ അവനൊരു കാരണവശാലും അവൻ ഈ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അവൻ നിർത്തത്തതും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കനകയാണെങ്കിൽ നമ്മൾ നവ്യയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം, പക്ഷേ അത് വീട്ടിൽ വെച്ച് കാണാൻ പറ്റത്തില്ല, നീ നമുക്കൊന്ന് പുറത്ത് വെച്ച് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നവ്യയാണെങ്കിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടുമുട്ടുന്നതാണെങ്കിൽ ബീച്ചിൽ വെച്ചാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പം നമ്മളെ നവ്യ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങോട്ട് തന്നെ വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്താ വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ കനക പറയുന്നുണ്ട്, അത് വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ നിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നവ്യ പറയുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറ, എനിക്കാണെങ്കിൽ അബിക്ക് ഒരു ജോലി അന്വേഷിച്ച് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ കനക പറയുന്നുണ്ട്, ഓ നിൻ്റെ ഭർത്താവിനെ സേഫ് ആക്കാനാണല്ലോ നീ ഇപ്പോൾ നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭർത്താവിന് നിൻ്റെ അടുത്ത് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിലും നവ്യ പറയുന്നുണ്ട്, അതെന്തായാലും അമ്മ എനിക്ക് ബോധ്യപ്പെടുത്തി തരേണ്ട, അബിക്ക് എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്നുള്ള കാര്യമൊന്നും അമ്മ എനിക്ക് ബോധ്യപ്പെടുത്തി തരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഭർത്താവാണെങ്കിൽ എന്നെ സ്നേഹിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യം അമ്മ ആണെങ്കിൽ ആദർശിൻ്റെ കാര്യം നോക്കുക, അയാളാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ സ്നേഹിച്ച് ആ ഒരു കുഞ്ഞുണ്ടാക്കി കൊടുത്തത് അങ്ങനെയാണ്. ആദ്യം അമ്മ എൻ്റെ അനിയത്തിൻ്റെ ജീവിതം സേഫാക്കി കൊടുക്കാൻ നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവ്യാണെങ്കിൽ ഒരു തുരുതുര നമ്മൾ ആദർശിനെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആദർശിനെ കുറ്റപ്പെടുത്തുന്നതാണെങ്കിൽ നമ്മൾ കനകയ്ക്കാണെങ്കിൽ
സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ കനക പറയുന്നുണ്ട്, ആദർശിനെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യത നിനക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ അറിയാത്തൊരു സത്യമൊക്കെ ഉണ്ട്. അത് നിന്നിൽ നിന്ന് എല്ലാവരും മറച്ചു വെച്ചതാണ്. നിൻ്റെ ജീവിതം ഓർത്തിട്ട് എല്ലാവരും നിന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇനി എന്തായാലും ആ സത്യം നീ അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മളെ കനകയാണെങ്കിൽ ദേഷ്യത്തോടെ നമ്മളെ നവ്യയെടുത്ത് പറയുന്നുണ്ട്. സമയത്താണെങ്കിൽ നമ്മളെ നവ്യ അടുത്താണെങ്കിൽ നമ്മളെ കനക പറയുന്നുണ്ട്, നീ എപ്പോൾ നോക്കിയാലും ആദർശിനെയും നയനെയും കുറ്റപ്പെടുത്തുമല്ലോ, അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ ഭർത്താവുണ്ടല്ലോ, അവനാണ് ഇതിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത്. നീ എപ്പോഴും പറയുമല്ലോ ആദർശാണെങ്കിൽ ഒരു പെണ്ണിനെ ചതിച്ചെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നൊക്കെ നീ എപ്പോഴും ആദർശിനെ കുറ്റപ്പെടുത്തില്ല. എന്നാൽ നീ മനസ്സിലാക്കിക്കോ, ആ ആദർശമല്ല ആ കുഞ്ഞിൻ്റെ അച്ഛനും അനഘയെ ചതിച്ചതും ആദർശമല്ല, നിൻ്റെ ഭർത്താവായ അഭിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിൻ്റെ ജീവിതം തകരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു തെറ്റ് ആദർശമാണെങ്കിൽ ഏറ്റെടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മളെ നവ്യയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. കാര്യം നമ്മളെ നവ്യയാണെങ്കിൽ ഒരിക്കലും അബിയെക്കുറിച്ച് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നല്ലോ. നമ്മളെ കനകയാണെങ്കിൽ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ അറിയുന്ന സമയത്താണെങ്കിൽ നമ്മളെ നവ്യയാണെങ്കിൽ സമനില തെറ്റിയാണെങ്കിൽ അവിടെ നിലവിളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ കനകയെ ചിന്തിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ നമ്മളെ നവ്യയാണെങ്കിൽ എന്തോ ഒരു കടുത്ത തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വീട്ടിലോട്ടൊക്കെ പോയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും കടുങ്കയും കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ കനകയ്ക്കൊക്കെ ഉണ്ട്. കാര്യം ഇനി എന്താണ് നവ്യ ചെയ്യാൻ പോകുന്നതെന്നും അറിയാനും ആർക്കും പറ്റുന്നില്ല. അപ്പം എല്ലാവരും ഇപ്പം ആ ഒരു ടെൻഷനിലും കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം നമ്മൾ നവ്യയാണെങ്കിൽ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. ചെല്ലുന്ന സമയത്താണെങ്കിലും നമ്മൾ അഭിയാണെങ്കിലും ജലജയാണെങ്കിലും മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പം നമ്മളെ നവ്യയാണെങ്കിലും എന്തോ ഒരു ടെൻഷനൊക്കെ ആയിട്ടൊക്കെ വരുന്നത് ഇവർ കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവരാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നവ്യയുടെ മുഖം കാണുമ്പോഴെന്നൊക്കെ ജലജയാണെങ്കിൽ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ നേരെ റൂമിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ചെല്ലുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവ്യയാണെങ്കിൽ അഭിയെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അഭിയാണെങ്കിൽ വീണ്ടും ചന്തുമോളുടെ അച്ഛനാണെങ്കിൽ ആദർശം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ നവ്യയാണെങ്കിൽ അറിഞ്ഞ സത്യങ്ങളൊക്കെ ആണെങ്കിൽ ദേഷ്യത്തോടെ തന്നെ നമ്മൾ അഭിയെടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ ആകെ ഒരു ഞെട്ടലോടെയാണ് ഷോക്കായിട്ടൊക്കെ നമ്മൾ അഭിയെ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.